everyone, welcome back. നമ്മുടെ മമ്മൂക്കയുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി പടർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനും. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് വല്ലാണ്ടൊന്ന് ഇടറി. ഞാനിപ്പോൾ നിങ്ങളെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിക്കാം. Everyone thinks about different actors. You know, they come to a point where they say, enough. Do you think there'll ever be a point where you say, no? Never, huh? I don't feel exhausted. But that will be my last breath. So when you talk about, you know, doing cinema to your last breath, how do you want the world to remember Mammootka? But how long they will remember me? 1 year, 10 years, 15 years? Finished. You don't expect people to remember you till the end of the world. That won't happen to anybody. Great people are remembered very less. Only very limited people are remembered. I am one among thousands of actors. How can they remember me more than here? There is no hope for that. Once you are not in the world, how do you know about you? Everybody thinks that they are going to be remembered till the end of the world. No. Have you ever shared something like this in an interview before? Maybe with you first time. Because it's so powerful. It's so powerful. Okay, അപ്പം ഇതാണ് ആ വീഡിയോ. ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കടുത്ത് ചോദിക്കുകയാണ്, ഒരു കാലം കഴിഞ്ഞ എല്ലാ നടന്മാർക്കും സിനിമ മടുക്കും, മതിയാക്കാന്നൊക്കെ തോന്നും. അപ്പോൾ ഒരിക്കലെങ്കിലും മമ്മൂക്കയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ മമ്മൂക്ക ഒന്ന് ചിന്തിക്കുക പോലും ഇല്ലാണ്ട് അതിന് മറുപടി പറയാണ്, നോ, സിനിമ എനിക്ക് ഒരിക്കലും മടുക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ അവസാന ശ്വാസത്തോടെ ആയിരിക്കുമെന്ന്. എന്താല്ലേ ശേഷം വീണ്ടും മമ്മൂക്കടുത്ത് ചോദിക്കുകയാണ്, അങ്ങനെ അവസാന ശ്വാസം വരെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന താങ്കളെ ഈ ലോകം എങ്ങനെ ഓർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ മമ്മൂക്ക പറയുന്ന മറുപടിയാണ്, എത്ര കാലം അവരെന്നെ ഓർക്കും? 1 വർഷം, 10 വർഷം, 15 വർഷം, തീർന്നു. ലോക അവസാനം വരെ ആളുകൾ നമ്മളെ ഓർക്കണമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആരെയും ഓർത്തിരിക്കില്ല. മഹാന്മാരെ പോലും വളരെ കുറച്ച് പേര് മാത്രമേ ഓർക്കാറുള്ളൂ. വളരെ കുറച്ച് പേർ മാത്രമാണ് ഓർമ്മിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് വരുന്ന നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ആ എന്നെ ജനങ്ങൾ കൂടുതൽ കാലം എങ്ങനെ ഓർത്തിരിക്കാനാണ്? 1 വർഷത്തിൽ കൂടുതൽ അവർ എന്നെ എങ്ങനെ ഓർത്തിരിക്കാനാണ്? അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്ത് ഇല്ലാണ്ടായാൽ പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് എങ്ങനെ അറിയാൻ കഴിയും? ആരെങ്കിലും ഓർക്കുന്നോ ഇല്ലയോ എന്നും. എല്ലാവരും കരുതും ലോകം അവസാനിക്കും വരെയും അവരെ എല്ലാവരും ഓർത്തിരിക്കുമെന്നാണ്. അത് സാധ്യമല്ലല്ലോ. അപ്പൊ ഇതായിരുന്നു മമ്മൂക്കയുടെ മറുപടി. സത്യം പറയാലോ, ശരിക്കും ആദ്യമായിട്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ഒരുപാട് തവണ ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പോഴൊക്കെ അറിയാണ്ട് ഇങ്ങനെ കരഞ്ഞു പോവാണ്. ശരിക്കും ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു ബുദ്ധിമുട്ട്, വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മൂക്ക, നിങ്ങളെ ആരും മറക്കാനാ മമ്മൂക്ക? നിങ്ങളെ മറന്നാലല്ലേ ഓർക്കേണ്ടതായിട്ട് വരുമോ? ഞങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല മമ്മൂക്ക. ശരിയാണ് മമ്മൂക്ക, ഒരിക്കലും ലോക അവസാനം വരെ ഒന്നും ആരെയും ഓർത്തിരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ നിങ്ങളെ ഓർത്തിരിക്കാനായിട്ട് കഴിയും. സിനിമയൊന്നും ഒരിക്കലും ലോകത്ത് നിന്ന് ഇല്ലാതാകില്ല. ലോകം അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം വരെയും സിനിമ ഇവിടെ കാണുമല്ലോ. ആ സിനിമ ഉള്ളിടത്തോളം കാലം മമ്മൂക്കയെ ആരും മറക്കില്ല. കാരണം നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് മമ്മൂക്ക. ലോകത്ത് മമ്മൂട്ടി സിനിമയെ പ്രണയിച്ചതുപോലെ ഒരു കാമുകനും ഒരു കാമുകയും പ്രണയിച്ചിട്ടില്ല. ഒരു കാമുകനെയും പ്രണയിച്ചിട്ടില്ല. മമ്മൂട്ടി സിനിമയെ പ്രണയിച്ചിടത്തോളം ആരെയും പ്രണയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ സിനിമയ്ക്ക് പോലും നിങ്ങളെ എങ്ങനെ മറക്കാനായിട്ട് കഴിയും മമ്മൂക്ക? ഒരിക്കലും ആ സിനിമയ്ക്ക് പോലും ഒരു നിമിഷത്തേക്ക് പോലും നിങ്ങളെ മറക്കാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണ് ആ സിനിമയെ സ്നേഹിച്ചത്. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. ആ സിനിമയ്ക്ക് പോലും ഒരിക്കലും നിങ്ങളെ മറക്കാനായിട്ട് കഴിയില്ല മമ്മൂക്ക. അതാണ് സത്യം. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ മമ്മൂക്ക, 1-2 വർഷത്തേക്കല്ല, ഒരിക്കലും ഞങ്ങൾക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം വരെയും ഞങ്ങൾ ആരും നിങ്ങളെ മറക്കില്ല മമ്മൂക്ക. അതിന് ഞങ്ങളെ കൊണ്ട് കഴിയില്ല മമ്മൂക്ക. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ലൈഫിൽ നിങ്ങളെ കാണാത്ത, നിങ്ങളുടെ ഇൻഫ്ലുവൻസിൽ അതൊരു ദിവസം പോലും ഇല്ല മമ്മൂക്ക. അപ്പോൾ പിന്നെ ഈ മലയാളികൾ നിങ്ങളെ എങ്ങനെ മറക്കാനാണ് മമ്മൂക്ക? അതുപോലെ തന്നെ മമ്മൂക്ക, നിങ്ങൾക്ക് സിനിമ ഒരിക്കലും മടുക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സിനിമ മമ്മൂക്കയ്ക്ക് എന്താണെന്നും എങ്ങനെയാണെന്നും ആരാണെന്നും എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ സിനിമയെ സ്നേഹിച്ചതുപോലെ, സിനിമയെ പ്രണയിച്ചതുപോലെ മറ്റാരും ഈ ലോകത്ത് സിനിമയെ പ്രണയിച്ചിട്ടില്ല. അതിന് മുകളിൽ ആർക്കും വരാനും കഴിയില്ല. സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, സിനിമയ്ക്ക് വേണ്ടി മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന മനുഷ്യ ഇനി ഇതുപോലെ ചങ്ക് പൊട്ടുന്ന വർത്താനങ്ങൾ പറയല്ലേ. ശരിക്കും ഞങ്ങൾ മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമാണ് മമ്മൂക്ക. ഞങ്ങൾക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മമ്മൂക്കയെ മറക്കില്ല. ഞങ്ങൾക്ക് അതിന് കഴിയില്ല മമ്മൂക്ക. വി ലവ് യു മമ്മൂക്ക, ലവ് യു സോ മച്ച് മമ്മൂക്ക എന്ന് ഞങ്ങളുടെ സ്വന്തം മമ്മൂക്കയുടെ കോടാനുകോടി ആരാധകരിൽ ഒരുവളായ ദേവു. താങ്ക് യു.